ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് അലീനയുടെ ഓരോ കാര്യങ്ങൾ ചെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, വേണ്ട മോനെ, നീ ആ വശത്തേക്ക് പോകണ്ട, അവളെ നീ നിർബന്ധിക്കണ്ട, അവളെല്ലാം അറിഞ്ഞു ചെയ്യുന്ന ഒരു വെങ്കൊച്ചാണ്. ഹരി നിരപരാധി ആയിരുന്നെങ്കിൽ അവള് രക്ഷിച്ചേനെ. പക്ഷേ ഹരിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതാണ് അവളെ രക്ഷിക്കാത്തത്. അതുകൊണ്ട് നീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, നീ ഇനിയിപ്പം നിന്റെ അമ്മ പറയുന്നതും അതുപോലെ ശിവേട്ടൻ പറയുന്നതും ഒക്കെ കേട്ടിട്ട് ഇതിന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അലീനയുമായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അപ്പൊ അത് തന്നെ ഇല്ലാതാകും. എന്തിനാ വെറുതെ? അവളിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ സ്നേഹം എല്ലാവരും പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബബിത മാറിയത് കണ്ടില്ലേ, രോഹിത് മാറിയത് കണ്ടില്ലേ, അതുപോലെ പതിയെ 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 എല്ലാവരും മാറുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ ഒരു ദിവസം വൈജാന്റിയും മാറുമായിരിക്കും അല്ലേന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, വേറെ ആര് മാറിയാലും ഒരിക്കലും വൈജ മാറാൻ പോകുന്നില്ല, അത് ഉറപ്പായ കാര്യം തന്നെയാണ് മനു. അവള് മാറണമെങ്കിലേ അവള് ചാകണം, എന്നാലേ അവള് മാറത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും മാറത്തില്ല. ഇപ്പോഴും നിങ്ങൾ രണ്ടും മസിൽ പിടുത്തത്തോടു കൂടി തന്നെയാണോ മുന്നോട്ടേക്ക് പോകുന്നത്? ഇപ്പോഴും ആ ഒരു മസിൽ പിടുത്തം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഒന്ന് അയഞ്ഞു കൊടുത്തൂടെ അങ്കിളേന്ന് ചോദിച്ചപ്പോ അയഞ്ഞു കൊടുക്കാന് വൈജയ്ക്ക് മുമ്പില് ഒരിക്കലും ഞാൻ വൈജയ്ക്ക് മുമ്പിൽ അയഞ്ഞു കൊടുക്കില്ല. എനിക്ക് അതിന് പറ്റത്തില്ല. കാരണം നീ ആ കുടുംബത്തിൽ പെട്ടതാ. പക്ഷെ നിന്നെ ഞാൻ ഇതിൽ വലിച്ചിടാത്തത് നിനക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് മാത്ര നീ പറയുന്ന നിന്റെ അച്ഛനും നിന്റെ കൊച്ചച്ഛനും ചെറിയച്ഛനും അതുപോലെ തന്നെ നിന്റെ അച്ചച്ഛനുണ്ടല്ലോ, അങ്ങ് കുഞ്ഞിരാമമേനോൻ കൈതക്കല്, അവരൊക്കെ കൂടി ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ, ഈ ബാലചന്ദ്രനെ വിഡ്ഢിയാക്കിയില്ലേ, വിഡ്ഢിവേഷം കെട്ടിച്ചില്ലേ. മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട, നിർത്തിക്കോ. ഇനി ആരും എന്നെ വിഡ്ഢിവേഷം കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും വൈജയോട് ഞാൻ പഴയ രീതിയിൽ പെരുമാറില്ല. അതിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ പറഞ്ഞു കേട്ടോ. അപ്പം മനു പറഞ്ഞു, ജീവിതം ഒന്നേ ഉള്ളൂ, അത് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ്. മക്കളെ കുറിച്ചൊന്ന് ഓർത്താ മതി. പിന്നെ എനിക്ക് അങ്കിളിനെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അങ്കിളിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനെ പുഷ് ചെയ്യാത്തത്. ഞാൻ പുഷ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുകയാണ്, ഇനിയിപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങുകയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ അലീന വന്ന് ചായയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ചായ കുടിച്ചിട്ട് പോയാൽ പോരെ മനുവേട്ടാന്ന് ചോദിക്കുമ്പോ, പിന്നെ അലീനയുടെ ചായ കുടിക്കാതെ ഞാനിത് എങ്ങോട്ട് പോകാൻ അലീനെ, നിന്റെ ചായ കുടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ, ഈ ചായക്ക് വേണ്ടി കൂടെ ഞാൻ ഇവിടെ എന്നും വരുന്നത്. ഇത് വല്ലാത്തൊരു മായാജാലം തന്നെയാട്ടോ നീ സൃഷ്ടിക്കുന്നത്, പാചകത്തിലും മറ്റുള്ളവരോട് പെരുമാറുന്നതിലും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഈ ഒരു സമയത്താണ് പിന്നെ കാണിക്കുന്ന സീനില് നമ്മുടെ ഷാജി ഉണ്ടല്ലോ. ഷാജിനെ നിങ്ങൾക്ക് അറിയൂലോ അല്ലെ? അതായത് ശരണ്യയുടെ വീട്ടിന്റെ അടുത്തുള്ള ഷാജി, നമ്മുടെ അലീനയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വന്ന, പെട്രോൾ അല്ല സോറി, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വന്നപ്പോ രക്ഷിച്ച ഷാജി. അപ്പൊ ആ ഒരു ഷാജി അവിടെ വരികയാണ്. അപ്പം ഷാജി വന്നിട്ട് അലീനയെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അലീനയെ കണ്ട് സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല ഷാജി സംസാരിക്കുന്നത്, അല്ല അലീന എന്താ ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും വരാത്തത് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഷാജിയേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇനിയിപ്പം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നത് ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന അവളുടെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല, അപ്പം എന്തിനാ വെറുതെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കൊച്ചിന്റെ കാര്യം കഷ്ടത്തിലാ, ഭയങ്കര കഷ്ടത്തിലാ. ആ കൊച്ചിപ്പം വെളിയിൽ ഇറങ്ങാറില്ല, ആരോടും സംസാരിക്കാറില്ല. പണ്ട് അലീനെ നീ വന്നപ്പോ കണ്ടൊരു അവസ്ഥയില്ലേ, അതിനേക്കാളും വലിയ മോശമാന്നേ അതിന്റെ അവസ്ഥ. അതിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി അതിനെ പഴയകാലം അവസ്ഥയിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അലീനയ്ക്ക് പറ്റുമെങ്കിൽ ഒന്ന് വന്ന് അവളെ കണ്ടൊന്ന് സംസാരിച്ച് എന്താ ചെയ്യേണ്ടത്, അവളെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് എടുക്ക്, അലീനയ്ക്ക് സാധിക്കത്തുള്ളൂ. പറ്റുമെങ്കിൽ അലീന ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അലീനയെ ആരും തടയാനില്ലല്ലോ. ഞാൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടാവോ? ഇപ്പൊ അവളുടെ അമ്മയ്ക്കും അച്ഛനും വലിയ മസിൽ പിടുത്തമൊന്നും ഇല്ല അലീനെ. കാരണമേ ആ പെങ്കൊച്ചിന്റെ ജീവിതം അങ്ങനെയാണ്. സത്യം പറയാലോ, ആ പെങ്കൊച്ചിന്റെ ജീവിതം വീട്ടുകാർ സഹിതം കൊണ്ട് തൊലച്ച് കളയാന്നാ തോന്നുന്നത്. ആ ഒരു അവസ്ഥയിലാ ആ പെങ്കൊച്ച് അവിടെ ജീവിക്കുന്നത്. നീ അങ്ങോട്ടൊന്ന് ചെല്ലണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ഞാന് ചെല്ലാം ഷാജിയേട്ടാ, അങ്ങനെ ചെല്ലാതിരിക്കുന്നത് എനിക്കറിയാം, പക്ഷെ ചെന്നേ പറ്റത്തുള്ളൂ. അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടം, അവളെ എനിക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഷാജി ഈ കാര്യം പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ മനു അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ മനു ഉണ്ടല്ലോ, മനു ചോദിച്ചു എന്താ കാര്യം ഇങ്ങനെ ചോദിച്ചു. അപ്പൊ മനുവിനോട് അലീന ഇങ്ങനെ പറയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ വലിയ കഷ്ടത്തിലാണ്, എനിക്കൊന്ന് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആര്, ശരണ്യയുടെ അടുത്തേക്കോ, ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോട്ടെ, ആ പെങ്കൊച്ചിനൊന്ന് കാണണം, കണ്ടില്ലേ ശരിയാവത്തില്ല,
ഇപ്പൊ രോഹിത് വീട്ടിലിരിക്കുന്ന ആ പെങ്കൊച്ച് കാരണമല്ലേ, ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഇപ്പൊ രോഹിത് ജയിലിൽ കിടന്നേനെ. അപ്പൊ എനിക്കൊന്ന് പോയി കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, നീ എന്റെ കൂടെ പോരെ, നീ എന്റെ കൂടെ പോന്നാ മതി, അങ്ങോട്ടേക്ക് നീ തനിച്ചു പോണ്ട, നീ എന്റെ കൂടെ പോരെ എന്ന് നമ്മുടെ മനു അലീനയോട് ആവശ്യപ്പെടാണ്. അപ്പൊ അലീന പറഞ്ഞു, ഏയ് അത്രയ്ക്ക് പേടിയൊന്നും എനിക്കില്ല, എന്നെ അത്രയ്ക്ക് ഭീരുവായിട്ടൊന്നും കാണരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ നിന്നെ എത്രയ്ക്കും ഭീരുവായിട്ടാ കാണേണ്ടത്, അല്ല നിന്റെ പറച്ചിൽ കേട്ടോണ്ട് നീ വലിയ ധൈര്യശാലിയാണെന്ന് ഓർക്കൂല്ലോ. ആ എനിക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട് മനുവേട്ടാ. ഏതായാലും ആ ധൈര്യം വെച്ചിട്ട് നീ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് കയറുമൊന്നും വേണ്ട, നമുക്ക് അങ്ങോട്ടേക്ക് ഒരുമിച്ച് പോകാം. ദേ ആ പെങ്കൊച്ചിനെ നിനക്ക് കണ്ടാ പോരെ, സംസാരിച്ചാ പോരെ, ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞ് മനുവിന്റെ കൂടെയാണ് കേട്ടോ പോകാൻ വേണ്ടി നമ്മുടെ അലീന റെഡിയാകുന്നത്. അല്ലേ നമ്മുടെ വൈജ കമലയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല പറയുന്നത്, നമ്മുടെ കമലയോട് പറയാണ്, മനു ഇവിടെ വന്നിട്ടുണ്ട്, ആ അലീനയും കൊണ്ട് എവിടെയോ ചുറ്റിക്കറങ്ങാൻ പോയിട്ടുണ്ട്, ആ ശരണയുടെ അടുത്തേക്കാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും കമല ഓർക്കുന്നത്, ആ ശരിയായിരിക്കും, നമ്മുടെ ഹരീനെ രക്ഷിക്കാൻ വേണ്ടിയേ ഹലീനയും കൂട്ടിക്കൊണ്ട് പോയതായിരിക്കുന്നത്, നമ്മുടെ ഹരീനെ രക്ഷിക്കാൻ മനു പോയതായിരിക്കുന്ന ഓർക്കണത്. ഏതായാലും അങ്ങനെ ഒരു ചെറിയൊരു ഇതാണ് നമ്മുടെ കമലയ്ക്കുള്ളത്. അപ്പം കമലയാണെങ്കിൽ അയ്യോ മനുവിൻ്റെ മനസ്സ് മാറിയില്ലോ, രക്ഷപ്പെട്ടല്ലോ എൻ്റെ ഈശ്വര, അവൻ എങ്ങനെയെങ്കിലും തോന്നട്ടെ, എൻ്റെ മോൻ പുറത്തിറങ്ങിയാൽ മതിയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശിവശങ്കരമേനോനോടൊക്കെ പോയി പറയുന്നുണ്ട്. അവൻ പോയിരിക്കുകയാണ് അലീനയും കൂട്ടി ശരണ്യ പറയുന്ന ആ പെങ്കൊച്ചിനെ കാണാനായിട്ട്. അയ്യോ എൻ്റെ പൊന്ന് ശിവേട്ട, അവന് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ, എനിക്ക് നാളെ ഒന്ന് പോയി ഒരു ശയനപ്രദക്ഷിണമൊക്കെ എടുക്കണം, എൻ്റെ മോനൊന്ന് പുറത്ത് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ കമല ഉള്ളത്. അപ്പം നിങ്ങളുടെ ശബ്ദത്തിന് കുറച്ച് ക്ലിയർ വ്യത്യാസമൊക്കെ കാണുമായിരിക്കും, ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു, കറണ്ട് പോകുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ അതായത് ആ റൂമിൽ നിങ്ങൾ വെളിയിൽ ഇറങ്ങി പോകുന്നു. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെയുള്ള ചെറിയൊരു വെട്ടം കൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് മൈക്ക് യൂസ് ചെയ്യാതെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കമലയും വൈജയും തമ്മിലുള്ളൊരു സംഭാഷണവും ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും മാറ്റമാണ്, അവിടെ എടുത്ത് തലവട്ടേ കയറ്റി വെച്ചിരിക്കുകയാണ്. ബബിതയൊക്കെ മാറിയേ പോയി, രോഹിത്തൊക്കെ മാറിയേ പോയി, ഞാൻ ഒറ്റയ്ക്കാണ്, ഇപ്പോൾ എന്നെ ഒറ്റയ്ക്കാണ് നിന്ന് എല്ലാവരും കൂടെ എന്താ പറയുക എന്നോട് കളിക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്, ഈ വൈജ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട് കേട്ടോ. ഇവര് പോവുകയാണ്. അപ്പൊ ഇവര് ശരണ്യനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ബാലചന്ദ്രനും പറഞ്ഞു പൊക്കോന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ബാലചന്ദ്രനോട് ചോദിച്ചപ്പോഴത്തേക്കും മനുവും കൂടെ ഉണ്ടല്ലോ, അപ്പൊ ധൈര്യമായിട്ട് വിടാൻ പറ്റൂലോ. അപ്പൊ പറഞ്ഞു പൊക്കോ, കുഴപ്പമൊന്നുമില്ല, പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പോവാണ്. അപ്പൊ പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ മനു ആരുടെ ഏട്ടനാ, ഹരിയുടെ ഏട്ടനല്ലേ, അവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവൂലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹരിയുടെ ഏട്ടനായതുകൊണ്ട് ഒരു മാസ്ക് മേടിച്ചു വെച്ചിട്ട് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചപ്പോ അലീന അതിന്റെയൊക്കെ ആവശ്യമുണ്ട്, കാരണം എന്നെ അവര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് അലീനെ അവര് മണ്ണെണ്ണ ഒഴിച്ച് തോർക്കുന്നുണ്ടോ, അതുപോലെ ചിലപ്പോ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അപ്പൊ അതുകൊണ്ട് വെറുതെ എന്തിനാ ഞാൻ റിസ്ക് എടുക്കുന്നത്, കുറച്ചു നാളും കൂടെ ജീവിച്ച് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്ക് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ഇവര് നേരെ എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മുടെ ശരണ്യയുടെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു, കണ്ണാടിക്കവല അല്ലെ കോളനിയുടെ പേര്. അപ്പൊ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ നിന്ന് മനു ഇറങ്ങുന്നുണ്ട്, മാസ്ക് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ അലീന വന്നതും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ശരണ്യയുടെ അച്ഛനും അമ്മയും അലീനയെ കാണുമ്പോഴത്തേക്കും പിടിച്ച് തിന്നു കളയും, അതായത് മൊഴി മാറ്റി പറയിപ്പിച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നല്ലേ. പക്ഷെ അതൊന്നും ഇല്ലെന്നേ, കാരണം ആ കുട്ടിയുടെ അവസ്ഥ അതുപോലെയാണ്. അലീന എന്നൊരു വാക്കല്ലാതെ ആ കൊച്ചു പറയുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, ആ കൊച്ചു ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പൊ അലീന ചെന്നതും അവര് അലീനയെ കണ്ടു. അലീനയെ കണ്ടപ്പോഴത്തേക്കും അലീന പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല, അവര് വളരെ മര്യാദയുടെ ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്. എന്തിയെ ശരണ്യ, എന്തിയെ, അവളെ ഞാൻ കാണാൻ വന്നതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കേറി ബാ, മോളകത്തുണ്ട്, മോളെ ഒന്ന് പോയി കാണ്, നീയെങ്കിലും കണ്ടു കഴിഞ്ഞാല് അവളൊന്ന് സംസാരിച്ചാലോ, അവളുടെ വാ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവളുടെ വാ തുറക്കാറില്ല, അവൾ ഒരുപാട് സങ്കടത്തില, നിന്നെ മാത്രമായിരിക്കും ചിലപ്പോ അവള് ഒന്ന് കണ്ടാൽ തിരിച്ചറിയാം, ആ ഒരു അവസ്ഥയിലാണ് എന്റെ മോളെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ആക്കി, ഒന്ന് ചെന്ന് ഒന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിൽ ഉപദേശിക്കുകയാണ്. നമ്മുടെ അലീനയുടെ അല്ല ശരണ്യയുടെ അച്ഛനും സത്യത്തിൽ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു അലീനയോട്, എങ്കിലും അലീന വന്നു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കുമെന്ന് 100% അവർക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു, നേരെ കയറി പോവുകയാണ് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ആ ഇരുട്ടുമുറിയിൽ തന്നെ പഴയതിലും വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ശരണ്യ ഉള്ളത്. അങ്ങനെ ശരണ്യ കണ്ട ഉടനെ തന്നെ അലീന കയറി പുറകിൽ, അതായത് ജനലിലൂടെ ഇങ്ങനെ വെളിയിലേക്ക് എന്തൊക്കെയോ ആരെയൊക്കെയോ പ്രതീക്ഷിച്ച്, ചിലപ്പോൾ അലീനയെ തന്നെയൊക്കെ ആയിരിക്കാം പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മുടെ ശരണ്യനെ അലീന പുറകിൽ നിന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി
ശരണ്യ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടത് അലീനയെ. ഉയ്യോ, ആ കണ്ണുകളിലെ പ്രകാശം ഉണ്ടല്ലോ, ആ കണ്ണുകളിലെ തീഷ്ണതയുണ്ടല്ലോ, ആ കണ്ണുകൾ കാണുമ്പോഴറിയാം എന്തോന്ന് വലുത് നമ്മുടെ ശരണ്യക്ക് തിരിച്ചു കിട്ടിയതുപോലെ ഒരു വല്ലാത്തൊരു പ്രതീതിയായിരുന്നു നമ്മുടെ ശരണ്യക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തിനാ മോൾ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചിനെ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയാമോ ചേച്ചി, ദേ എന്റെ കാര്യം വലിയ കഷ്ടത്തിലാ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു, ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ എല്ലാവരും പറയുന്നത്. അയ്യേ, മോൾ അതിനെന്തിനാ കരയുന്നത്? അല്ല ചേച്ചിക്ക് വരത്തില്ലായിരുന്നോ, നേരത്തെ വരത്തില്ലായിരുന്നോ? അല്ല മോളോട് ഞാൻ വിളിക്കാൻ പറഞ്ഞല്ലേ, മോളൊന്ന് വിളിക്കായിരുന്നെങ്കിൽ ഈ ചേച്ചി വരുമായിരുന്നല്ലോ. ഞാൻ അങ്ങനെ വിളിച്ചു വരുത്തിയാല് ചേച്ചിനെ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടെ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്താതിരുന്നത്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, മോള് സമാധാനമായിട്ടിരിക്കുക, മോൾ എന്തിനാ കരയുന്നത്? ഒന്നും കരയുകയോ വേണ്ട, പേടിക്കുകയോ വേണ്ട. മോൾ ആരെയാ പേടിക്കുന്നത്? അത് പിന്നെ നാട്ടുകാരും സമുദായക്കാരും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ അവരെന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? എൻ്റെ അച്ഛന് പുറത്ത് കടയിൽ പോയി സാധനം പോലും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആരും ഭക്ഷണം മേടിക്കാൻ പോലും എൻ്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല. ഒരു കടയിൽ നിന്ന് സാധനം പോലും കൊടുക്കാത്ത അവസ്ഥ. എന്തോ എൻ്റെ അച്ഛനും ഞാനും എൻ്റെ അമ്മയും ഒക്കെ വലിയ തെറ്റ് ചെയ്ത പോലെയാ എല്ലാവരും ഞങ്ങളോട് പെരുമാറുന്നത്. എനിക്ക് പറ്റണില്ല അലീന ചേച്ചി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ തെറ്റല്ലല്ലോ അലീന ചേച്ചി ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോള് തെറ്റ് ചെയ്തെന്ന് ആരാ പറഞ്ഞത്? ഓഹോ, മോള് വലിയ തെറ്റുകാരിയാണെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? എന്നാ ഒന്ന് നമുക്ക് മാറ്റണമല്ലോ. ദേ, മോളല്ല തെറ്റ് ചെയ്തത്, തെറ്റ് ചെയ്തവരല്ലേ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുന്നത്. മോള് ചെയ്ത നല്ല കാര്യ, നിരപരാധിയായ ഒരു ആളെ വിട്ടയച്ചു. ഈ നിരപരാധിത്വം എന്ന് പറയുന്നത് അത് വലിയ സംഭവം മോളെ. ഈ നിരപരാധികളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴേ ദൈവം നമുക്കായിരിക്കും ആ ശിക്ഷ തരിക. അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാമോ? അതുപോലെ മോള് നിരപരാധിയായ അവനെ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തത്. മോക്ക് പിന്നെ എന്ത് ശിക്ഷയാ ദൈവം തരുന്നത്? ഒരു ശിക്ഷയും തരത്തില്ല. കുറ്റവാളികൾ വെറുതെ പൊക്കോട്ടെ, ശിക്ഷിക്കപ്പെട്ടുള്ളൂ. പക്ഷെ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതൊരു മഹാപാപമാണ്. അവരുടെ മനസ്സ് വെന്ത് നീറി ഉരുകി തീരും. സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. അതായത് ഒത്തിരി പേര് ഇങ്ങനെ നിരപരാധികൾ ഇങ്ങനെയൊക്കെ, അതായത് ചെയ്യാത്ത കാര്യങ്ങൾ തലയിൽ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ നിരന്തരം ചൂഷണം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മട്ടുക്കും മീൻസ് നമുക്ക്, അതായത് ആര് പറഞ്ഞാലും നമുക്കൊരു വെറുപ്പ് തോന്നും. പിന്നെ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ നമ്മൾ വലിയ രീതിയിൽ നല്ല ലെവലിൽ, അതായത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നവര്, കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ഇത് കേട്ട് തഴമ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാർത്ഥത മനസ്സിലാക്കാതെ വരുമ്പം നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരായിരിക്കും. നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ അവരെ നമ്മൾ എന്തിനും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകും. പക്ഷെ അവരെന്ത് ചെയ്യും? നമ്മളെ വിശ്വസിക്കാതെ വരുമ്പോൾ ആ ഒരു സംഭവം ആണ് ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത്. ഞാൻ കാട് കയറി പോയെന്ന് തോന്നുന്നു, സോറി കേട്ടോ. നമുക്ക് കഥയിലേക്ക് കിടക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ശരണ്യനെ അലീന മാറ്റിയെടുക്കുകയാണ്. പറഞ്ഞ് ആ ഒരു ഇതൊക്കെ മാറ്റി നമ്മുടെ ശരണ്യയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമത്തിലുമാണ്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം, എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന കിടിലൻ വിശേഷങ്ങൾ തന്നെയാട്ടോ വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുതേ. നമ്മുടെ ശരണ്യ ഇനിയിപ്പം വരാൻ പോകുന്നത് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് രോഹിത്തിനെ കാണാൻ വേണ്ടിയൊക്കെ, അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരണ്യയുടെ വീട്ടുകാർക്കും വേണ്ട സർവ്വ സാധനങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വില്ലിംഗ് ആയിട്ട് അലീന നിൽക്കുന്നു, ബാലചന്ദ്രൻ നിൽക്കുന്നു. അങ്ങനെ ഒരിക്കലും അവരെ കൈവിടാതെ നമ്മുടെ ബാലചന്ദ്രന്റെ കുടുംബവും ശരണ്യനെ കാത്തു സൂക്ഷിക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെയാണ് ഇനിയിപ്പോ നമ്മളെ ഉടനീളം സീരിയലിൽ കാണാൻ പോകുന്നത്. സോറി, നമുക്കിവിടെ കറണ്ട് പോയിട്ടോ. അപ്പൊ മിസ് ചെയ്യാതിരിക്കുക. അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. ഞാൻ കുറെ പറയാൻ നിൽക്കുന്നില്ല, ഇവിടെ കറണ്ട് പോയി. ഇപ്പൊ ഞാനിപ്പം ചെറിയൊരു വെട്ടമുണ്ട്, അവിടെ വന്നു നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയും സ്നേഹം മാത്രം, എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.